ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുഴിപ്പണിയാറാണ്. ബാക്കി വെച്ച ഇഡ്ഡലി മാവ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 സവാള, 2 പച്ചമുളക്, കടു, ഉഴുന്ന്, കുറച്ച് കറിവേപ്പില. നമുക്ക് ഉള്ളിയും പച്ചമുളകെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം. എല്ലാം ഒന്ന് ചെറുങ്ങനെ മുറിച്ചിട്ട് വേണം ഇതൊന്ന് എണ്ണയിൽ കുറച്ച് അതിൻ്റെ പച്ചമണം പോയിട്ട് കുറച്ച് ഒരു കളർ നല്ലോണം ഒന്ന് വാടി കിട്ടുന്നത് നമുക്കതിന് വറുത്തെടുത്തിട്ട് വേണം മാവിലേക്ക് മിക്സാക്കി ഇഡ്ഡലി മാവിന് ബാക്കിയുള്ള ഇഡ്ഡലി മാവ് കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. എന്താ പറഞ്ഞാൽ പിള്ളേർക്ക് നല്ലോണം ഇഷ്ടപ്പെടും, നല്ലോണം കഴിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് കൂടി എടുക്കാം ഇത്, അല്ലെങ്കിൽ വൈകുന്നേരം ഈവനിങ് സ്നാക്സ് ആക്കി കൂടി യൂസ് ആക്കാം. നല്ലൊരു രസം ഉണ്ടാവും കഴിക്കാൻ. ഓക്കെ, അങ്ങനെയെല്ലാം മുറിച്ച് കഴിഞ്ഞു. നമ്മളിതെല്ലാം ഒന്ന് വാട്ടിയെടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണയിലേക്ക് കടുവെല്ലാം പൊട്ടി തെറിച്ചപ്പാട് അതിലേക്ക് ഉഴുന്ന് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പച്ചമുളകും ഉള്ളി കറിവേപ്പില എല്ലാം കൂടി ഒന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് വേഗം വാടി കിട്ടാൻ വേണ്ടി ഞാൻ അതിലേക്ക് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടാൽ മതി. എനിക്ക് എപ്പോഴും ഉപ്പ് കൂടി പോകാറുണ്ട്, അതുകൊണ്ട് എനിക്ക് പേടിയാണ്. കുറച്ച് ഇട്ടിട്ട് വീണ്ടും മതിയായിട്ടില്ലെങ്കിൽ കുറച്ച് കൂടി ഇടും. ഓക്കെ, ഇതെല്ലാം റെഡിയായി. ഇപ്പോൾ നമ്മൾ മാവിലേക്ക് മിക്സാക്കി കൊടുക്കാം. മാവിൽ മിക്സാക്കി നല്ലോണം ഇളക്കിയിട്ട് നമ്മൾ ഉണ്ണിയപ്പം ചുടുന്നില്ലേ, ആ കല്ല് കൊണ്ടുവന്ന് നമ്മൾ ഉണ്ണിയപ്പം പോലെ തന്നെ ഇതും ചുട്ടെടുക്കാം. അത്ര വെളിച്ചെണ്ണ ഒന്നും അത്ര പാട് ആവശ്യം വരില്ല, ആവശ്യത്തിന് എടുത്താലും മതി. ആദ്യം ചുടുമ്പോൾ കുറച്ച് കൂടുതൽ എടുക്കാം, പിന്നെ അതേ വെളിച്ചെണ്ണ കൊണ്ടുവന്ന് ചുട്ടെടുക്കാം. നമുക്ക് വീണ്ടും വെളിച്ചെണ്ണയുടെ ഒന്നും ആവശ്യം വരില്ല. ഞാൻ അടുപ്പത്തെ ഉണ്ണിയപ്പത്തിൻ്റെ കല്ല് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളമുണ്ട്, ആ വെള്ളം ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. ഡ്രൈ ആയി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഈ വെളിച്ചെണ്ണ കൊണ്ടാണ് ഞാൻ മുഴുവനെല്ലാം ചുട്ടെടുക്കുന്നത്. അങ്ങനെ എല്ലാ കുഴിയിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പ് അടിച്ച് വെച്ചിട്ട് വേണം ഒരു 15 മിനിറ്റ് കുക്കാക്കി എടുക്കാൻ. സിമ്മിലാണ് വെക്കണ്ടേ. കൂടുതൽ തീ കൂട്ടി വെച്ചാൽ അടി പിടിക്കും, നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് എടുക്കാൻ കിട്ടില്ല. ഇത് കണ്ട, സിമ്മിൽ വെച്ചത് കൊണ്ട് പെട്ടെന്ന് എടുക്കാൻ കിട്ടുന്നുണ്ട്. പിള്ളേർക്ക് നല്ല ഇഷ്ടപ്പെട്ട് കഴിക്കും കേട്ടോ. എന്നാൽ പിള്ളേർക്ക് കഴിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം നിങ്ങൾ. ഈ പച്ചമുളകെല്ലാം ഇട്ടാൽ അവർക്ക് നല്ലോണം എരിഞ്ഞു പോവും. ആ എരിവ് കുറച്ചിട്ട് വേണം നമുക്ക്, അല്ലെങ്കിൽ ഇതിലേക്ക് ഞങ്ങൾ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എന്നാവശ്യം അത് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ ചുട്ടെടുക്കാം. പിള്ളേർ നല്ലോണം ആസ്വദിച്ചിട്ട് കഴിക്കും. പിന്നെ ബാക്കിയുള്ള മാവ് കൂടി ഞാൻ അതേ വെളിച്ചെണ്ണയിൽ തന്നെ ഞാൻ ചുട്ടെടുക്കുന്നത്. വീണ്ടും വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നില്ല. അങ്ങനെ എല്ലാം മുഴുവനും ചുട്ടെടുത്തിട്ട് പിള്ളേർക്ക് കഴിക്കാൻ കൊടുക്കാം. വൈകുന്നേരത്തെ സ്നാക്സിന് നല്ല രസം ഉണ്ടാവും കഴിക്കാൻ. ഇതിന് കറിയൊന്നും വേണമെന്ന് ആവശ്യമില്ല, എന്നാലും ഞാൻ വലിയ ആൾക്കാർക്ക് എന്തായാലും കറി വേണമല്ലോ. അങ്ങനെ ഞാൻ മത്തി പുളിയും കറി കൂടി വെച്ചിട്ടുണ്ട്. ഇത് വെറുങ്ങനെ കഴിക്കാനാണ് ടേസ്റ്റ്. അങ്ങനെയുണ്ട്, എല്ലാം ചുട്ട് കഴിഞ്ഞു. എല്ലാവരും കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. ആദ്യമായിട്ടുണ്ട് ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.